പൂക്കോട് വെറ്റിനറി കോളേജിൽ കൊല്ലപ്പെട്ട JS സിദ്ധാർത്ഥന്റെ വീട് പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുന്നു. AV ജയശങ്കർ ചേരുന്നു വിശദാംശങ്ങളുമായി. ജയശങ്കർ, വിവരങ്ങൾ. അതായത് അല്പസമയം മുമ്പാണ് കീർത്തന പ്രതിപക്ഷ നേതാവ് സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് വന്നത്. വീട്ടിലേക്ക് എത്തിയ അദ്ദേഹം നിലവിൽ മാതാപിതാക്കളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരോട് സംസാരിച്ച് അവരുടെ വിഷമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പ്രതിപക്ഷ നേതാവ് വിഷയവുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം ഉൾപ്പെടെ വേണമെന്ന് കാണിച്ച മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരുന്നു. എന്തായാലും പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടക്കുകയും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്നൊരു നിലപാടാണുള്ളത്. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഇന്ന് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതാക്കൾ അധ്യക്ഷർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ്. ആ ഒരു ഘട്ടത്തിലാണ് പ്രതിപക്ഷ നേതാവ് സിദ്ധാർത്ഥിന്റെ വീട്ടിലെത്തി മാതാപിതാക്കളെ കാണുന്നത്. അത്തരത്തിൽ കുടുംബത്തോടുള്ള പിന്തുണ അറിയിക്കുക, അവരുടെ വിഷമത്തിൽ പങ്കുചേരുക എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ വരവിന്റെ ലക്ഷ്യം. എന്തായാലും അദ്ദേഹം മാതാപിതാക്കളുമായി നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റോളമായി അദ്ദേഹം അവരുമായി സമയം ചെലവഴിക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും അവരെ സന്ദർശിച്ച ശേഷം പ്രതിപക്ഷ നേതാവ് ഇവിടെ മാധ്യമങ്ങളെ കാണും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ തുടർ പ്രതികരണങ്ങൾ ആ സമയത്ത് അദ്ദേഹം പറയാനാണ് സാധ്യത. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട സിദ്ധാർത്ഥിന് നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധങ്ങളുമായും തുടരാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും സിദ്ധാർത്ഥിന്റെ മാതാപിതാക്കളെ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് കാണുകയാണ്, അവരെ ആശ്വസിപ്പിക്കുകയാണ്. അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് അദ്ദേഹം വിശദമായി കേൾക്കുകയാണ്. അവരെ കേട്ടതിന് ശേഷം മറ്റെന്തെങ്കിലും ആവശ്യം അവർക്കുണ്ടെങ്കിൽ അതിനുള്ള ഇടപെടലുകൾ കൂടി പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. കീർത്തന, എന്തായാലും ഈ വാർത്ത പുറത്തു വന്നിട്ടേ വലിയ ഞെട്ടലിലാണ് കേരളം. അത്രയും ക്രൂരമായ ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. വലിയ തരത്തിലുള്ള പ്രതിഷേധവും അതിനുശേഷം ഉണ്ടായിരുന്നു. പല രാഷ്ട്രീയ സംഘടനയിൽ നിന്നുള്ള ആളുകൾ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിച്ച് മാതാപിതാക്കൾക്ക് പൂർണ്ണ പിന്തുണയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ സിദ്ധാർത്ഥന്റെ വീട് സന്ദർശിക്കുകയാണ്. ഈ പൂർണ്ണ പിന്തുണയുമായിട്ടായിരിക്കും കോൺഗ്രസും മുന്നിലുണ്ടാവുക. ഇതിൽ കുറ്റവാളികൾക്കെതിരെ കൃത്യമായ ശിക്ഷ ഉറപ്പിക്കുന്നതുവരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുമായിരിക്കും. അതിനുള്ള സാധ്യത തന്നെയല്ലേ, അതിന് മുന്നോടിയായുള്ള സന്ദർശനം തന്നെയല്ലേ VD സതീശന്റേത്? ജയശങ്കർ, കീർത്തന, പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളെ കാണാൻ വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് കടക്കാം. ഇനി നിലവിൽ നടക്കുന്ന അന്വേഷണത്തെക്കുറിച്ചും അതിൽ കുടുംബത്തിന്റെ അഭിപ്രായവും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടാമതും സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് വന്നത്. അവരുമായി സംസാരിച്ചപ്പോൾ അവർക്ക് ഒരു തൃപ്തിയുള്ള രീതിയിലല്ല അന്വേഷണം പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കുടുംബത്തിന്റെ പരാതി ഇപ്പോഴും നിലനിൽക്കുകയാണ്. കാരണം അവരുടെ പരാതി ക്രൂരമായി മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതാണെന്നുള്ളതാണ്. ആ പരാതിയിലല്ല അന്വേഷണം നടക്കുന്നത്. അന്വേഷണം ഏതു വഴിക്ക് പോകുന്നതെന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോകുന്നത്. നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബോഡി ഇൻക്വസ്റ്റ് പോലീസാണ് നടത്തിയത്. പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എത്ര മുറിവുകളുണ്ട് എന്ന് പോലീസിന് തന്നെ അറിയാൻ പറ്റും. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു. അപ്പോൾ ആന്റി മോർട്ടം റിപ്പോർട്ടിൽ തന്നെ 19 മുറിവുകളുണ്ട്, ഗുരുതരമായ മുറിവുകൾ. മുഖത്ത്, കഴുത്തിൽ, താടിയിൽ, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, അടിവയറ്റിലെല്ലാം ഉണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ല മണിക്കൂറുകളോളം, വെള്ളം കുടിച്ചിട്ടില്ല. കാരണം ഈ കൊടും ചൂടിൽ നിർജ്ജലീകരണം, പൂർണ്ണമായി വെള്ളം പോലും കൊടുക്കാതെ, ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായി കൊല്ലുകയായിരുന്നു. എന്നിട്ട് ഇത് വിവാദമാകുന്നത് വരെ ഇത്രയും മുറിവുകളുണ്ട്, ഇത്രയും അപകടം, ഇതിന്റെ അകത്ത് ഇത്രയും ടോർച്ചറിങ് ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.